ശുഭകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് എല്ലാവരും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. സുനിൽ, ഈ സിഗ്നൽ കിട്ടിയതോടെയാണ് ഇപ്പോൾ കര കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ വീണ്ടും ശക്തമാകുന്നത്. സമാന്തരമായി തന്നെ പുഴയിൽ ഇപ്പോൾ നേവി സംഘം തെരച്ചിൽ നടത്തുന്നുണ്ടോ? എന്താണ് സ്ഥിതി? യഷ്മ, ഒരു അല്പം സമയം മുമ്പ് ഞാൻ ഈ തെരച്ചിൽ സംഘത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു 2 സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹവും പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നുണ്ട്. ആ സിഗ്നലുകളിൽ 2 സിഗ്നൽ ലഭിച്ചതും ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. സ്വാഭാവികമായും അതൊരു പ്രതീക്ഷയാണ്. അതായത് നേരത്തെ നമ്മൾ ഈ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യമൊക്കെ നേരത്തെ കണ്ടിരുന്നു. ആ സ്ഥലത്ത് തന്നെയാണ്, അതായത് ഈ പാർക്ക് ചെയ്ത് അവിടെ ആ വാഹനത്തിനുള്ളിൽ അർജുൻ കിടന്നുറങ്ങുന്നു എന്ന് നേരത്തെ ഒരാൾ ദൃക്സാക്ഷി പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തന്നെയാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ശുഭസൂചകമായ കാര്യമാണ്. സ്വാഭാവികമായും അവിടെ കുഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ സിഗ്നൽ കണ്ട സ്ഥലത്താണിപ്പോൾ ഈ കുഴിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, മണ്ണ് മാറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത സിഗ്നൽ കണ്ട സ്ഥലവും കൂടി പരിശോധിക്കും. അങ്ങനെ ആ പരിശോധന അവിടെ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും വിവരം, ലോറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അപ്പോൾ തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കും. പക്ഷേ ഇപ്പോൾ നിലവിൽ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ അതൊരു പ്രതീക്ഷയുടെ സിഗ്നലാണ്. അത് ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിക്കുന്ന ഒരു പ്രതീക്ഷയുടെ സിഗ്നൽ തന്നെയാണ്. അത് സ്വാഭാവികമായും കുടുംബത്തെയും നാട്ടുകാരെയും അതുപോലെ ഓരോ മലയാളികളെ സംബന്ധിച്ചും അതൊരു പ്രതീക്ഷയാണ്. അത് ലോറി ആവട്ടെ എന്നൊരു പ്രാർത്ഥനയിലാണ് എല്ലാവരും ഉള്ളത്. സ്വാഭാവികമായും അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് ആ സിഗ്നൽ ലോറിയുടേതായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. അതല്ല മറ്റേതെങ്കിലും ലോഹത്തകിടിന്റേതാണോ ആ സിഗ്നൽ ലഭിച്ചതെന്ന് സ്ഥിരീകരിക്കാനും നമുക്ക് കഴിയും. അത്തരത്തിലൊരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പുഴയിൽ നടത്തുന്ന പരിശോധന, പുഴയിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടന്നിട്ടില്ലെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്തരം പുഴയിൽ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ പൂർണ്ണമായും തെറ്റാണ്, വ്യാജമാണ്. അത്തരം വാർത്തകൾക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. അത് പുഴയിൽ നേരത്തെ നാവികസേനയുടെ സ്കൂബ ടീം പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ശക്തമായൊരു മഴ അല്പസമയം മുമ്പ് ഉണ്ടായി. അതോടുകൂടി അവർ ആ പരിശോധന തൽക്കാലത്തേക്ക് മതിയാക്കി കരയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുഴയിലല്ല നിലവിലിപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ബന്ധുക്കളും ലോറി ഉടമയും മറ്റുള്ളവരും ഒക്കെ ചൂണ്ടിക്കാണിച്ച ആ ലോറി പാർക്ക് ചെയ്ത് കിടന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. ആ പരിശോധനയുടെ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ശരി, സുനിൽ ഐസക്കും ഷഫീഖ് നസ്രുള്ളയുമാണ് കർണാടക അങ്കോലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശുഭകരമായൊരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ റഡാർ സിഗ്നൽ ലഭിച്ചതോടുകൂടി തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുകയാണ്.